നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടെ ചതയദിനാശംസകൾ. മക്കൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തായി ചതയദിനം? ഇന്ന് ഞങ്ങൾക്കൊന്നും വിദ്യാലയങ്ങളിൽ പോകണ്ടല്ലോ, എന്താണ് ഈ ചതയദിനം? അതായത് നമ്മുടെ കേരള നവോത്ഥാനത്തിന്റെ പിതാവായ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനമാണ് എന്ത് ചതയദിനം, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ജയന്തിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, കേരള നവോത്ഥാനത്തിന്റെ പിതാവാണല്ലോ അദ്ദേഹം എന്ത് ചെയ്തു അല്ലേ? ഒരുപാട് സാമൂഹിക പരിവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു അല്ലേ? അതായത് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരള നാട്ടില് താഴ്ന്ന ജാതിക്കാർക്ക് ഒന്നിനും തന്നെ എന്തില്ലായിരുന്നടാ, അവകാശങ്ങളില്ലായിരുന്നു. നേരെ ചൊവ്വ അമ്പലങ്ങളിൽ പോയി തൊഴാനോ പൊതുനിരത്തിലൂടെ നടക്കാനോ അല്ലെങ്കിൽ വസ്ത്രം തൻ്റെ ഇഷ്ടത്തിന് മാറുമറച്ച് വസ്ത്രം ധരിക്കാനോ, അതുമല്ല എങ്കിൽ ഒരു ഗവൺമെന്റ് ജോലിക്കായാൽ പോലും എന്തില്ല, താഴ്ന്ന ജാതിക്കാർക്ക് അവകാശമില്ലായിരുന്നു. അത് പോരാഞ്ഞിട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം ഉണ്ടായിരുന്ന നാടായിരുന്നു ഏത്? നമ്മുടെ ഈ കൊച്ചു കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. എന്നാൽ ആ ഒരു പ്രവണതയ്ക്ക് മാറ്റം കൊണ്ടുവന്ന് ശക്തമായി ശബ്ദിച്ചുകൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മാറ്റം വരുത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആരെന്ന് പറയുന്നത്? ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ 2 വചനങ്ങളാണ്: മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത്. അതായത് എല്ലാ മനുഷ്യരെയും ഒരൊറ്റ ജാതിയായി കണ്ടു, മനുഷ്യരെല്ലാം ഒന്നാണ്, മനുഷ്യൻ എന്ന ജാതി മാത്രമേ ഈ ലോകത്ത് ഉള്ളൂ. അവിടെ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യരെന്നോ ശൂദ്രരെന്നോ അങ്ങനെ യാതൊരു വ്യത്യാസവും അദ്ദേഹം കണ്ടിരുന്നില്ല അല്ലേ? നമ്മുടെ എല്ലാം ദേഹം മുറിച്ചു കഴിഞ്ഞാൽ ചുമന്ന നിറത്തിലെ രക്തം മാത്രമേ വരത്തുള്ളൂ. അതോ പച്ചയും മഞ്ഞയും നീലയൊക്കെ വരുമോ? ഇല്ല, എല്ലാ മനുഷ്യനും ഒന്നാ. മനുഷ്യനാണ് എന്ത് ചെയ്തത്? പല ജാതിയും പല മതവും വകഭേദവും എല്ലാം ഉണ്ടാക്കിയത് അല്ലേ? ഇപ്പൊ ഒരാൾക്ക് വയ്യാതെ കിടക്കുന്നു എന്ന് വിചാരിക്കുക, സീരിയസ് ആണ്, ബ്ലഡ് വേണം, അവിടെ നമ്മൾ ജാതിയും മതവും നോക്കൂടാ? ഒരിക്കലും ഇല്ല അല്ലേ? അപ്പൊ അതേ ഒരു കോൺസെപ്റ്റിലാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. എന്താ? എല്ലാ ജാതിയും മതവും ഒന്നാണെന്ന് അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും തൻ്റെ വചനങ്ങളിലൂടെയും അദ്ദേഹം മറ്റുള്ളവർക്ക് പറഞ്ഞു തന്നു. ഒത്തിരി അധികം കൃതികൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? പിൽക്കാലത്ത് പഠിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനമാണ്. സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അല്ലേ? കേരള സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ്. ഇതൊക്കെ എന്ത് ചെയ്യുക? ഓർമ്മയിൽ വെച്ചിരിക്കാൻ വേണ്ടി ഇന്നത്തെ ദിവസത്തിന്റെ അല്ലേ ഇത് പ്രത്യേകതയായിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഇന്നത്തെ കാര്യത്തിലോട്ട് വരാം. ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത്? പോസ്റ്റർ അല്ലേ? എന്തായിരുന്നടാ പോസ്റ്റർ? ഒരു വിഷയം കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടോ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ എഴുതി തയ്യാറാക്കുന്ന അറിയിപ്പാണെന്ത്? പോസ്റ്റർ അല്ലേ? ഒരു വിഷയം കുറഞ്ഞ വാക്കുകൾ കൊണ്ടോ ചിത്രങ്ങൾ കൊണ്ടോ എഴുതി തയ്യാറാക്കുന്ന അറിയിപ്പ് അല്ലെങ്കിൽ വിളംബരം അല്ലെ? കലാപരമായ അറിയിപ്പ് അല്ലെങ്കിൽ വിളംബരമാണെന്ത്? പോസ്റ്റർ എന്ന് പറയുന്നത്. ഇത് ഓർമ്മയുണ്ടോ? അപ്പോൾ ഒരു വിഷയം ഉണ്ടാവും, അതിന്റെ ആശയവുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഉണ്ടാവും. വലിയ വാക്കുകളായിരിക്കും, കുറച്ച് വാക്കുകൾ അല്ലേ? അതിനനുസരിച്ചുള്ള ആശയവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉണ്ടാവും എന്ന് പഠിച്ചേ. ഇനി അടുത്ത അതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കൽ നോക്കാമോ? എന്താ? കാണുന്നയാളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തതായിരിക്കണം. അതായത് ആകർഷകമായിരിക്കണം. ആണോ അല്ലയോ? ആണ്. ഒന്നാമത്തെ പോയിന്റ് അതാ പഠിച്ചത് അല്ലേ? പിന്നെയോ വലുപ്പത്തിൽ എഴുതണം. പ്രധാന കാര്യം എന്താണോ അതെന്ത് ചെയ്യണം? വലിയ അക്ഷരമായിട്ട് തന്നെ എഴുതണം. പിന്നെയോ നമുക്ക് അക്ഷരങ്ങളിൽ ഏറ്റക്കുറച്ചിൽ വരുത്താം. നമ്മുടെ സ്റ്റൈലിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? അക്ഷരങ്ങൾ വളരെ ഭംഗിയായിട്ടൊക്കെ നമുക്ക് എഴുതാം അല്ലേ? എഴുതാമെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ടോ ആ ആശയവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നമ്മുടെ ഉള്ളിലെ കലാവാസന അനുസരിച്ച് കലാപരമായ ചിത്രങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെടുത്തി എന്ത് ചെയ്യടാ? പോസ്റ്ററിൽ വരച്ച് ചേർക്കാമെന്ന് പഠിച്ചു അല്ലേ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനോഹരമായ 5 മാർക്കിന്റെ പോസ്റ്റർ നമുക്ക് കിട്ടും തന്നല്ലോ. അതുപോലെ നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ദിനാചരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കാറുണ്ട്. നടക്കാനിരിക്കുന്ന പരിപാടിക്ക് ഉള്ള അറിയിപ്പായിട്ടും എന്ത് ചെയ്യാറുണ്ട് മക്കളെ? പോസ്റ്റർ തയ്യാറാക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് 2ലും ഓരോ മോഡൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ആദ്യം പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഞാൻ തയ്യാറാക്കിയ ഒരു പോസ്റ്ററും അതുപോലെ തന്നെ ഇനി നടക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പരിപാടിയുടെ പോസ്റ്റർ അറിയിപ്പ് പോസ്റ്ററും കാണിക്കും.
അതായത് രണ്ടാമത് അറിയിപ്പിൻ്റെ ആ പോസ്റ്റർ എന്ത് ചെയ്യും, അതിൻ്റെ മോഡൽ കാണിച്ചിരിക്കും. അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് നോട്ടീസ് കൊടുത്തിട്ട് പോസ്റ്റർ തയ്യാറാക്കാനൊക്കെ വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. അപ്പം എന്ത് ചെയ്യാം, ഇനി നേരെ നമുക്ക് പോസ്റ്ററിലോട്ട് പോവാം. ശ്രദ്ധിക്കുക. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ പോസ്റ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വലുതായിട്ട് എഴുതിയിട്ടുള്ളത് കണ്ടല്ലോ. എൻ്റെ കയ്യിൽ വേറെ സ്കെച്ച് പെൻ ഇല്ലാത്തത് കൊണ്ടാണ് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ എഴുതിയിട്ടുള്ളത് കേട്ടോ. അടുത്ത് നോക്കിക്കേ. പച്ചപ്പ് കാണുന്നുണ്ട്, വെള്ളം കാണുന്നുണ്ട് അല്ലേ? അവിടെ എന്തുണ്ട്, മരങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ജീവിക്കാൻ പറ്റൂ. മരവും അല്ലെങ്കിൽ പച്ചപ്പും ജലവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോടാ, ജീവിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ഒരു ചിത്രം നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും, നമുക്ക് മാത്രമുള്ളതല്ല ഈ ലോകം. കിളികൾക്കും പൂമ്പാറ്റകൾക്കും അല്ലേ, നമ്മുടെ പാമ്പിനും പഴുതാരയ്ക്കും കുരങ്ങനും എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് വേണം, നമ്മുടെ ഈ ചുറ്റുപാട് വേണം അല്ലേ? അതിനെന്ത് ചെയ്യണം, നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. നോക്കിക്കേ. ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി. തൈ നടാം 100 കിളികൾക്ക് വേണ്ടി അല്ലേ? മനുഷ്യൻ മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും ഭൂമിയിൽ തന്നെ ഉള്ളതാണല്ലേ? അപ്പോൾ അവർക്കും എന്ത് വേണം, ജീവിക്കാൻ മരങ്ങൾ വേണം. പിന്നെയോ ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. നല്ല നാളേക്കായി വരുന്ന തലമുറയ്ക്കും ജീവിക്കാൻ എന്ത് ചെയ്യണം, ഓരോ വർഷവും നമ്മളെ കൊണ്ടാവുന്ന ചെടികൾ നട്ട് പിടിപ്പിക്കണം. പരിസ്ഥിതിയെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നുണ്ട്, പരിസ്ഥിതിയെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ അല്ലേ? ജീവശ്വാസം കിട്ടണമെങ്കിൽ, വായു കിട്ടണമെങ്കിൽ ആര് വേണം, മരങ്ങൾ വേണം. മരങ്ങളിൽ നിന്നല്ലേ നമുക്ക് വായു കിട്ടുന്നത്, കാറ്റ് കിട്ടുന്നത് അല്ലേ? ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജലം കിട്ടൂ അല്ലേടാ? മഴ പെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു പോസ്റ്ററിൽ നിന്ന് നമുക്ക് നമ്മുടെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം അല്ലേ? ഈ ഭൂമിയിൽ മനുഷ്യൻ മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും ആവാസ വ്യവസ്ഥയുണ്ട്. അതിനെന്ത് ചെയ്യണം, നമ്മൾ മരങ്ങളെല്ലാം സംരക്ഷിക്കണം, നമ്മുടെ ജലാശയങ്ങളെല്ലാം സംരക്ഷിക്കണമെന്നൊക്കെ നമുക്ക് മനസ്സിലാകും. ഇതാണ് ടീച്ചർ ചെയ്ത കുഞ്ഞ് എന്തെന്ന് പറയുന്നത്, പരിസ്ഥിതി ദിനത്തിൻ്റെ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അടുത്ത് കാണിക്കാൻ പോകുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു പരിപാടി, സ്കൂൾ വാർഷികാഘോഷത്തിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ആ പോസ്റ്റർ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കിക്കേ. എന്തുണ്ട്, സ്കൂൾ വാർഷികാഘോഷമാണ് മെയിൻ കാര്യം അല്ലേ? അത് വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്കൂളിൻ്റെ പേര് ഞാൻ വെറുതെ ഇട്ടുന്നേ ഉള്ളൂ, ഒരു സ്കൂളിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ്, അധ്യക്ഷൻ ആരാണ് അല്ലേ, ഉദ്ഘാടനം ആരാണ്, ഏത് സ്ഥലമാണ്, ഏത് തീയതിയാണ്, സമയം എപ്പോഴാണ്, ഏവർക്കും സ്വാഗതം. അവസാനം വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ എഴുതി ചേർക്കാം, കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് അല്ലേ? കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്, കലാസന്ധ്യ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, എഴുതി ചേർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാണുന്നത് എന്താണ്, ഒരു അറിയിപ്പ് നോട്ടീസാണ്. മറ്റേത് ആദ്യം കാണിച്ചത് എന്താണ്, പരിസ്ഥിതി ദിനത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യകത അറിയിച്ചു കൊണ്ടുള്ള ഒന്നാണല്ലേ? അപ്പോൾ ഇത് രണ്ടും എന്താണ്, പോസ്റ്റർ തന്നെയാണ്. ഇത് വന്നിട്ട് സ്കൂൾ വാർഷികാഘോഷത്തിൻ്റെ പോസ്റ്ററാണ്. ഇതാണ് അതിൻ്റെ മോഡൽ. നിങ്ങൾക്ക് സ്കൂളിൻ്റെ പേരൊക്കെ കൃത്യമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എഴുതി കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. എല്ലാവരും പോസ്റ്ററൊക്കെ കണ്ടല്ലോ, 2 പോസ്റ്ററും പരിചയപ്പെട്ടല്ലോ. ഇനി പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ അധ്യാപകരും പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ? ഈ കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, പോസ്റ്റർ തയ്യാറാക്കാൻ. അല്ലാതെ പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ മരം ഒരു വരം എന്നും പറഞ്ഞ് ഒരു സെൻറ്റൻസും എഴുതി 2 മരവും വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഒരു 2 മാർക്ക് അല്ലെങ്കിൽ എന്താ ഒരു C ഗ്രേഡ് അല്ലെങ്കിൽ B ഗ്രേഡൊക്കെ കൊടുക്കാറുള്ളൂ. അതുപോലെ തന്നെ എല്ലാ അധ്യാപകരും ചെയ്യും. കാരണം എന്താ, എൻ്റെ കുട്ടിക്ക് എത്രത്തോളം മനസ്സിലായി, അവന് പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവൻ്റെ മനസ്സിലുള്ളത്, പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകത അവൻ എത്രത്തോളം അവന് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ കലാപരമായ ചിത്രമായാലും വാക്കുകളായാലും ആ പരീക്ഷ പേപ്പറിൽ ഉത്തരക്കടലാസിൽ ഉണ്ടാവണം. എങ്കിലേ ഏതൊരു അധ്യാപകനും അല്ലെങ്കിൽ അധ്യാപികയും എന്ത് ചെയ്യൂ, കണ്ണടച്ച് മാർക്ക് തരും കേട്ടോ. പോസ്റ്റർ എഴുതുമ്പോൾ അക്ഷരത്തെറ്റൊന്നും വരുത്താൻ പാടില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ വടിവൊത്ത അക്ഷരത്തിൽ പല സ്റ്റൈൽ പല നിറം കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, എഴുതാം. അപ്പോൾ പോസ്റ്റർ എന്താണെന്ന് മനസ്സിലായി കാണും. ആദ്യം പറഞ്ഞ ചതയദിനം അല്ലേ, നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനം എന്താണെന്നൊക്കെ മനസ്സിലായി കാണും. അദ്ദേഹം ആരാണെന്ന് മനസ്സിലായി കാണും. കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ കൃത്യസമയത്ത് ആഹാരമൊക്കെ കഴിച്ച് പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് എന്ത് ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് വീണ്ടും നാളെ കാണാം മക്കളെ. എല്ലാവർക്കും നന്ദി.